പ്രിയമുള്ളവരെ, നല്ല വണ്ണമുള്ള മരുമകളെ അമ്മായിയമ്മ ഇടയ്ക്കിടയ്ക്ക് ഉപദേശിക്കും, ഭക്ഷണം നിയന്ത്രിച്ച് വണ്ണം കുറയ്ക്കണമെന്ന്. ഇത് കേൾക്കുന്നതേ അവർക്ക് ദേഷ്യം വരും. അവർ അമ്മായിയമ്മയുമായി വഴക്കുണ്ടാക്കും. ഭർത്താവ് പറയാറുണ്ട്, നീ അത് വിട്ടുകളയും, അമ്മ അവിടെ കിടന്ന് പറഞ്ഞോട്ടെ, നീ അത് കാര്യമായിട്ട് എടുക്കണ്ട. പക്ഷേ അവർക്കത് സാധിക്കുന്നില്ല. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്കും തോന്നുന്നില്ലേ, വിവാഹിതയായ ഒരു സ്ത്രീ വണ്ണം കുറയ്ക്കാൻ പറയുന്ന അമ്മായിയമ്മയോട് ഇത്രയ്ക്ക് ദേഷ്യപ്പെടേണ്ടതുണ്ടോ? ഇതിൻ്റെ കാരണം മനസ്സിലാകണമെങ്കിൽ അവരുടെ ചരിത്രം അറിയണം. ചെറുപ്പത്തിലെ അമിതമായ വണ്ണം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അവർ. വണ്ണം കുറയ്ക്കണം എന്ന് അമ്മ ആവശ്യപ്പെട്ടിരുന്നു. അവൾ ശ്രമിച്ചിരുന്നെങ്കിലും നിയന്ത്രിക്കാനായില്ല. വണ്ണം കൂടുന്നത് കണ്ടപ്പോൾ അമ്മ ആവർത്തിച്ച് പറയാൻ തുടങ്ങി, എടി കുറച്ച് തിന്ന്, നിന്നെ കൂടെ കൊണ്ടുപോകാൻ നാണമാണ്. മാത്രമല്ല, പഠനത്തിൽ അല്പം പുറകിലായിരുന്ന അവളെക്കുറിച്ച് അമ്മ ഇടയ്ക്ക് പറഞ്ഞിരുന്നു, ഈ വലിയ ശരീരത്തിനകത്ത് ബുദ്ധിക്ക് വികസിക്കാൻ ഇടമില്ലായിരിക്കുമല്ലേ. അമ്മയോട് ചേർന്ന് ആങ്ങളെയും അവളെ കളിയാക്കിയിരുന്നു. അവളെ കാണുമ്പോൾ ഓട്ടോറിക്ഷ വരുന്നുണ്ട് എന്ന് പറഞ്ഞത് ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ ഓട്ടോറിക്ഷ. അവളിലുണ്ടായിരുന്ന ഗുണങ്ങളെക്കുറിച്ച് പറയുന്നതിനേക്കാൾ ഇത്തരത്തിലുള്ള ഡയലോഗുകളാണ് അമ്മയും ആങ്ങളെയും ആവർത്തിച്ചിരുന്നത്. അവർ ഇപ്രകാരം ചെയ്തത് അവളുടെ വണ്ണം കുറഞ്ഞ് അവൾ മിടുക്കിയാകാൻ വേണ്ടിയാണ്, സംശയമില്ല. ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നൊരു ചിന്തയും അവരിൽ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഈ സംസാരങ്ങൾ സ്ഥിരമായി കേൾക്കുന്ന ആ പെൺകുട്ടിയുടെ മനസ്സിൽ എന്തായിരിക്കും തോന്നുക? എൻ്റെ ശരീരത്തിൻ്റെ വണ്ണം ശരിയല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാൻ കൊള്ളുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. തന്നെക്കുറിച്ച് തന്നെ നിഷേധാത്മകമായ ചിത്രം മനസ്സിൽ പതിയും. വളർന്നു വന്നപ്പോൾ അവളുടെ വണ്ണത്തെ ഉൾക്കൊള്ളാൻ അവൾ തന്നെ പാടുപെടുകയാണ്. അതുകൊണ്ടാണ് വണ്ണത്തെക്കുറിച്ച് പറയുന്ന അമ്മായിയമ്മയോട് അവൾക്ക് ഇത്ര ദേഷ്യം വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, 10-12 വയസ്സുകളിൽ കേട്ടത് 24-25 വയസ്സിലും സ്വാധീനം ചെലുത്തുന്നു. ഇതാണ് ഭാഷയുടെ ശക്തി. ചിലർ വളർന്നു വരുമ്പോൾ ഇപ്രകാരമുള്ള ഭാഷയുടെ നിഷേധാത്മകമായ സ്വാധീനത്തിൽ നിന്ന് പുറത്തു കടക്കും. എന്നാൽ എല്ലാവർക്കും അത് സാധിക്കില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ നമ്മുടെ ചുറ്റുമുള്ളവരെ നന്നായി സ്വാധീനിക്കും. ഭാഷ എന്ന് പറയുമ്പോൾ ആശയവിനിമയത്തിനായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ, ശബ്ദവ്യതിയാനങ്ങൾ, ശരീരത്തിൻ്റെ നില, പ്രവർത്തികൾ, ചേഷ്ടകൾ, ഭാവങ്ങൾ ഇവയെല്ലാം വരും. എത്ര നല്ല സ്നേഹം ഉള്ളിലുണ്ടെങ്കിലും ഭാഷ യോജിച്ചതല്ല എങ്കിൽ ബന്ധവും വ്യക്തിയും തളരും. നമ്മുടെ ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭാഷാ പ്രയോഗങ്ങളെ ഇന്ന് തന്നെ കണ്ടെത്താം. ബന്ധങ്ങൾ ഊഷ്മളമാകും. ഭാഷയെ ഭാവാത്മകമാക്കാനുള്ള വിദ്യകളുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.